ലോഞ്ചിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ നിങ്ങളെ അഭിമുഖീകരിച്ച് 2 വാക്ക് വീതം സംസാരിക്കും. മുഴുവൻ ആളുകളെയും ഔപചാരികമായ ചടങ്ങുകളൊന്നുമില്ല, നമ്മളൊരു കുടുംബത്തിൽ ചെയ്യുന്ന കാര്യം എന്നതുപോലെ മുഴുവൻ ആളുകളെയും, വേദിയിലുള്ളവരെയും സദസ്സിലുള്ള പ്രിയങ്കരനായിട്ടുള്ള മുഴുവൻ ആളുകളെയും ഹൃദയപൂർവ്വം വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്തായാലും കാഞ്ഞങ്ങാടേക്ക് മറ്റൊരു സംരംഭം കൂടി വരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുണ്ട്. പക്ഷെ ഏറ്റവും മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു വേദി കൂടിയാണ്. കാരണം കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ആളുകളെ സുന്ദരികളും സുന്ദരന്മാരും ഒക്കെ ആക്കി മാറ്റുന്നതിന് വേണ്ടി ധാരാളം സ്ഥാപനങ്ങൾ നമ്മുടെ ഈ പ്രദേശത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും മികച്ചതായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞാൻ. അതുപോലെ മാറി വരുന്ന അഭിരുചികൾക്കനുസരിച്ച് ഓരോരുത്തരുടെയും രീതികൾ പഴയ കാലത്ത് വ്യത്യസ്തമായി നമ്മുടെ പുതിയ തലമുറ ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഒരുക്കിയെടുക്കാൻ ഈ ഒരു സംരംഭത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഏത് സൗന്ദര്യം പുറത്ത് കാണിച്ചാലും ഈ ഉള്ളിൽ സൗന്ദര്യവും സ്നേഹവും ഇല്ലെങ്കിൽ ഈ പുറത്ത് കാണിക്കുന്നതൊക്കെ ഒരു മഴ വരണ്ട ഒലിച്ചു പോയി പോകും. പക്ഷെ ഈ സൗന്ദര്യം കൂട്ടുക എന്നുള്ളത് ഏറ്റവും നമ്മൾ ആന്തരികമായിട്ട് ചെയ്യേണ്ട ഒരു കാലമാണ്. പുതിയ കാലത്ത് നമ്മൾ അനുഭവിക്കാൻ പോകുന്നതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമൊക്കെ ഞാൻ എൻ്റെ ഒരു നാടകത്തിലൂടെ ലോകം മുഴുവൻ വിളിച്ചു പറയുന്നതും പുതിയ കാലത്ത് എങ്ങനെയാണ് ഈ ആന്തരിക സൗന്ദര്യം മെച്ചപ്പെടുത്തേണ്ടത്. എനിക്ക് തോന്നുന്നു ഒരു പാർലറിന്റെ ഇനാഗ്രേഷനാണ് കഴിഞ്ഞത്. ഇന്നത്തെ കാലത്ത് സൗന്ദര്യം അല്ലെങ്കിൽ അവനവന്റെ സ്കിന്നിനെ ആയാലും ആരോഗ്യത്തെ ആയാലും ശ്രദ്ധിക്കാത്ത ആളുകൾ വളരെ കുറവാണ്. നമ്മുടെ ഉള്ളിലാണ് സൗന്ദര്യം വേണ്ടെന്ന് പറയുമ്പോൾ എന്നാലും പുറത്തെ സൗന്ദര്യത്തിന് വേണ്ടി എന്തൊക്കെയുണ്ട് എന്ന കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ആളുകളാണ് ഇന്നുള്ളത്. അതിപ്പോൾ കൊച്ചു കുട്ടി തൊട്ടിട്ട് പ്രായമുള്ള ആളുകളാണെങ്കിൽ വരെ അവനവന്റെ സ്കിന്നിന് അത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഒരു സംരംഭം നമ്മൾ തുടങ്ങുമ്പോൾ അതിന്റെ വിജയം എന്ന് പറയുന്നത് ജനങ്ങളുടെ കയ്യിലാണ്. ജനങ്ങളുടെ സഹകരണം വളരെ അത്യാവശ്യമാണ്. അതിപ്പോൾ ഇതുപോലുള്ള സംരംഭങ്ങളായാലും ഒരു സിനിമ ആയാൽ പോലും അത് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ചെയ്ത് അതുവരെയൊക്കെയല്ലേ നമ്മുടെ കയ്യിലുള്ളൂ. ബാക്കി ഫുള്ള് ജനങ്ങളുടെ കയ്യിലാണ്. അപ്പം എന്ത് കാര്യത്തിനായാലും നാട്ടുകാരുടെ കസ്റ്റമേഴ്സ് നമുക്ക് അത്യാവശ്യമാണ്. കസ്റ്റമറാണ് രാജാവ് എന്നാണല്ലോ പണ്ട് തൊട്ട് പറയാം. കസ്റ്റമറുടെ സഹകരണം ആവശ്യമാണ്. തൊട്ടടുത്തുള്ള മറ്റ് വ്യാപാരികളുടെ സഹകരണം ഒക്കെ ആവശ്യമാണ് ഒരു സംരംഭം തുടങ്ങി മുന്നോട്ട് പോകാൻ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പുതിയൊരു സംരംഭം മുന്നോട്ട് പോകട്ടെ എന്ന എല്ലാവിധ ആശംസകളും തുടങ്ങാണ്. രജയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബം വ്യത്യസ്ത രീതിയിൽ പരീക്ഷണത്തോടു കൂടിയുള്ള പല പദ്ധതികളും തുടങ്ങിയിരിക്കും. പ്രവാസ മേഖലയിൽ ഒരുപാട് കാലം നിൽക്കുകയും നമ്മുടെ തളിപ്പറമ്പിലും അദ്ദേഹത്തിന്റെ മറ്റൊരു വീട് എന്ന് പറയുന്നത് കാഞ്ഞങ്ങാടാണ്. ഈ ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഇതിലൊരുപാട് ആളുകൾക്ക് തൊഴിൽ നൽകപ്പെടും. നേരത്തെ എനിക്ക് മുന്നേ സംസാരിച്ച ആളുകൾ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുന്നത് വളരെ സ്പീഡായിട്ട് പോകും. നമ്മൾ മുൻപേ കണ്ട ആളുകളല്ല. മലയാളികൾ പൊതുവെ എല്ലാ കാര്യങ്ങളിലും ശുചിത്വത്തിന്റെ കാര്യത്തിലായാലും മറ്റുമൊക്കെ മുൻപന്തിയിലാണെങ്കിൽ പോലും ഇന്നത്തെ പുതിയ ജനറേഷൻ എന്ന് പറയുന്നത് നമ്മൾ എവിടെ പോകുമ്പോൾ ഒന്ന് ഒരുങ്ങിയിട്ട് പോകാറില്ല. നമ്മുടെ കേശ സൗന്ദര്യവും മുഖ സൗന്ദര്യവും നമ്മുടെ ഡ്രസ്സും മുമ്പൊക്കെ നമ്മൾ പറയാറുള്ളത് മെട്രോപൊളിറ്റൻ സിറ്റികളിലാണ് ഇതുപോലെയുള്ള ഓൾട്ടർനേഷനും മേക്ക് ഓവറൊക്കെ നടക്കാറുള്ളത്. എന്നാൽ ഇന്ന് നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ നടക്കുന്ന ഈ ഒരു വേളയിൽ ഇങ്ങനെയുള്ള സംരംഭം കൊണ്ടുവരിക അല്ലെങ്കിൽ നമ്മുടെ കാഞ്ഞങ്ങാട് പട്ടണത്തിൽ വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. ഇതിന് സർവ്വൈശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് മാത്രം ഈ ഒരു വേളയിൽ പറഞ്ഞുകൊണ്ട് ഇതിന് ക്ഷണിച്ച ജനങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ സ്വഭാവങ്ങളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. മുമ്പൊക്കെ നമ്മൾ വെക്കുന്ന സ്റ്റോക്കിൽ നിന്നാണ് അവർ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇപ്പോൾ വരുന്നത് ഫോണിൽ കാണുന്ന മോഡലുമായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഷോറൂമിൽ നിന്ന് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം വീട്ടിൽ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അതുപോലെ അത്രമാത്രം ഒരു പ്രതിസന്ധി ഇല്ലാത്തൊരു മേഖലയാണ് ബ്യൂട്ടി പാർലർ. എന്തായാലും ഓൺലൈനിലെ തട്ട് ഇവർക്ക് അധികം അഭിമുഖീകരിക്കേണ്ടി വരില്ല. എന്തായാലും ബ്യൂട്ടി പാർലറിൽ വന്നാൽ മാത്രമേ ബ്യൂട്ടീഷ്യനെ കൊണ്ടുള്ള ഇവരുടെ സർവീസ് കിട്ടൂ. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ബ്യൂട്ടി പാർലറിന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് ഇവർ എത്രമാത്രം സർവീസ് കൊടുക്കുന്നോ, എത്രമാത്രം കസ്റ്റമറെ കെയർ ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടാണ് ഇതിന്റെ ഓരോ സക്സസും എന്ന് പറയുന്നത്. ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് സ്കിന്നും ബോഡി എല്ലാം കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കാലമാണ് എല്ലാവരും. അപ്പൊ ഇതുപോലെയുള്ള ഇപ്പൊ സാലോണുകൾ നിർബന്ധമാണ് നമുക്ക് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ചേച്ചിയോട് എന്റെ ആവട്ടെ.
എന്തായാലും രഞ്ജിത്തേട്ടൻ്റെ ഈ ഒരു സംരംഭത്തിന് എൻ്റെ ഒരുപാട് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. കാഞ്ഞങ്ങാട് ഈ ഒരു സ്ഥാപനം വളർന്ന് വലുതാവട്ടെ. അപ്പൊ നമ്മളും എല്ലാരും ഇടത്തേക്ക് വരുവേ അല്ലെ? വരൂലേ? വരൂ. കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമേ തുഷാരമേഘങ്ങൾ. കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമേ തുഷാരമേഘങ്ങൾ. നിറമേകും ഒരു വേദിയിൽ കുളിരോലും ശുഭവേളയിൽ പ്രിയതേ മമ മോഹം നീയറിഞ്ഞോ, മമ മോഹം നീയറിഞ്ഞോ. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. ഞാൻ പഠിച്ച സുജാത ടീച്ചർ, പിന്നെ സന്തോഷ് സാർ എൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്തു കൂടിയാണ്. അതുകൊണ്ട് സാറ് തന്നെ ചീഫ് ഗസ്റ്റായി കിട്ടിയത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ നീകാരിക എസ് മോഹൻ, പിന്നെ എസ് സാറ്, ദിലീഷ് സാറ്, ബാക്കി എല്ലാവർക്കും ഇവിടെ വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്.